So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചതിന് ശേഷം നമ്മുടെ റിയാസ് സലീമിന് ഭയങ്കര വിഷമം. എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്, അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല. പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി 4 സെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷൻ വിട്ട് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രൊജക്ട് സിന്ദൂരിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായി, ഒരു ലേഡി മരിച്ചു, കുട്ടികൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് നറേറ്റീവ്. അലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും. എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും. അല്ലാതെ പാകിസ്ഥാൻ പടച്ചു വിടുന്ന കുറെ ഫേക്ക് നറേറ്റീവും ഫേക്ക് പോസ്റ്റുകളും എടുത്തു ഓടുന്നു. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? പൊട്ടനാണോ? നമ്മുടെ പട്ടാളക്കാര് അവിടെ LOCയിൽ ഇതേ പാകിസ്ഥാന്റെ തിരിച്ചടിയല്ല, വെറും ഭീരുത്വം, അവിടെ ഷെല്ലാക്രമണം നടത്തി നമ്മളെ സിവിലിയൻസിനെ കൊന്നൊടുക്കുകയാണ് ഇപ്പോഴും. ഇന്നത്തെ മീഡിയ ബ്രീഫിംഗിൽ ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സിവിലിയൻ ഡെത്ത് ഉണ്ടായി എന്നുള്ളത്, ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അത്രയും പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ ഒന്നും ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. നിനക്കൊക്കെ പാകിസ്ഥാനിലുള്ള കാഷ്വാലിറ്റീസിനെ കുറിച്ച് മാത്രമേ അറിയൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാം? ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. ഈ പാകിസ്ഥാൻ ടെററിന്റെ ഫേസിനാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. യെസ്, ഇറ്റ്സ് എ റിവെഞ്ച്. ഇവിടെ കിടന്ന് ഇങ്ങനെ ഇനി കരഞ്ഞോ? അതാ നല്ലത്. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്റെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയേനെ. സോ റെസ്പെക്ട്. അല്ലാതെ പാകിസ്ഥാൻ പടച്ചു വിടുന്ന ഫേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നിട്ട് വി ആർ ദി പോളിഷ്ഡ് ഫേസ് ഓഫ് പ്രോഗ്രസീവ്നെസ്, ഇതല്ല. ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക മരണമായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാരല്ലേ കൊല്ലുന്നേ? അതെങ്ങനെ സ്വാഭാവിക മരണം? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. അടിച്ചാൽ തിരിച്ചടി ഉറപ്പാ, അത് എവനാണെങ്കിലും കൊടുത്തിരിക്കും. റിയാസ് സലീം തൽക്കാലം ആ AC ഒക്കെ ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് അടുത്ത ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.